ഇന്നിപ്പോൾ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് കുക്കിംഗ് കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ, ഇവിടെ ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ ചിത്രപതി ശിവജിയുടെ ഒരു ഡേ ആയിരുന്നു. അപ്പോൾ അന്ന് മോന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താഴെ സൊസൈറ്റിയിൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടുക്കാനായിട്ട് ഒരു സാരി എടുത്തതും ഇങ്ങനെ അലമാരിയിൽ കുറേ നാളായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്മെല്ല്. അപ്പോൾ ഇന്ന് വിചാരിച്ചു നല്ല വെയിലുണ്ട്, അപ്പോൾ ആ വെയിലത്ത് സാരിയൊക്കെ ഇട്ടൊന്ന് ഉണക്കി എടുത്ത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സാരി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ, ഭയങ്കര സ്മെല്ല് തോന്നിയ സാരീസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ ഒരു സാരിയാണേ, ഞാൻ ഭയങ്കര ആഗ്രഹിച്ച്, എനിക്കൊന്ന് ഈ ഹാർഡ് ഡിസൈൻസിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നുന്നത്. ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. ഇഹയിൽ നിന്ന് നല്ല സാരിയാണ് കേട്ടോ. അതിന് നല്ലൊരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനെല്ലാം ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ ചെയ്യാറ്, കാരണം ചെറിയ വാവയുള്ളതുകൊണ്ട് അതാണ് എനിക്ക് നല്ലത്. അപ്പോൾ ഇതൊരു സാരിയാണ്. ഇതിലൊക്കെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ആ കുറേ നാൾ നമ്മളിങ്ങനെ ഉടുക്കാതെ അലമാരിയിൽ ഇരുന്നിട്ടുള്ള ഒരു സ്മെല്ലില്ലേ, അതാണ് ഭയങ്കര സ്മെല്ലുണ്ട്. പിന്നെ ഇതും അതേപോലെ ഞാൻ ഓൺലൈനിൽ എടുത്തതാണ്. എനിക്ക് ഓർമ്മയില്ല ഏത് പേജാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതായിരുന്നു അതിന് ബ്ലൗസിന് തുണി തന്നിരുന്നത്. പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല, സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്നല്ലാതെ ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ബ്ലൗസ് ഇതിന് ഞാൻ യൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന ആൻറ്റി മേഴ്സി ആൻറ്റിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. കാരണം ഞാനിപ്പോൾ പൂനെയിലായതുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ മേഴ്സി ആൻറ്റി എടുത്ത് കൊടുക്കാറില്ല. മേഴ്സി എനിക്ക് അറിയാം നമ്മൾ എന്ത് പാറ്റേൺ ഏറ്റവും നല്ലതെന്ന് ചെയ്ത് തരും. അതേപോലെ ഇത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ആൻറ്റി ചെയ്ത് തന്നത്, ഈ ബ്ലൗസ് തയ്ക്കേണ്ട മോനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് സാരിയുടെ നമ്മൾ അകത്ത് പോകുന്ന പോർഷനില്ലേ, ആ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് എനിക്ക് ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നു. എന്നിട്ട് അവിടെ ഒരു അകത്ത് പോകുന്ന പോർഷനല്ലേ, അവിടെ വേറൊരു ബ്ലൂ കളറിൽ തുണി മേടിച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു. അപ്പോൾ നല്ല ഭംഗിയാണ്. മറ്റേ ബ്ലൗസിനേക്കാളും ഭംഗി ഈ ഷെയ്ഡ് ബ്ലൗസ് ഈ സാരി കൊടുക്കുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ, നമ്മുടെ ഐഡിയാസ് പോലെ. പിന്നെ ഈ സാരി എനിക്കൊന്നും ഞാൻ ഷീമാട്ടിൽ നിന്ന് എടുത്തതാണെന്ന് തോന്നുന്നു. കല്യാണം ഷീമാട്ടിൽ നിന്നാണോ ഇവിടെ നിന്നാണോ എടുത്തത്, രാമചന്ദ്ര എന്നാണോ ഷീമാട്ടിൽ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള സാരി. ഈ ബ്ലൗസൊന്നും എനിക്കിപ്പോൾ കയറില്ല, കാരണം കല്യാണ ടൈമിലുള്ളതാണ്. ഇച്ചിരിയൊക്കെ തിരികെ വേണം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കയറില്ല. പക്ഷേ നല്ല സ്മെല്ലുണ്ട് ഇതിന്. അപ്പോൾ ഇത് വന്നിട്ട് ബ്ലാക്ക് ഒരിക്കലും ഔട്ടാവാത്തൊരു കളറല്ലേ, നല്ല കോട്ടൺ സാരി ആണ്, നല്ല തുണിയാണ്. ഇതും എഗെയിൻ ഇഹേന്നാണോ അതോ എനിക്കറിയില്ല, ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഇതും ഇതേപോലെ ഇവിടെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇതിൻ്റെ ബ്ലൗസിൽ തന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തയ്ക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിനെ കൊണ്ട് ഇത് ഞാൻ മേടിച്ച് കൊടുത്തതാണ്. ഇതിവിടെ ഇരുന്നേച്ചത് എൻ്റെ ആക്ച്വലി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കല്ലേ, എന്നാൽ ഈ ബ്ലൗസിൽ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ബ്ലൗസിൽ വെച്ച് കൊടുത്തത്. നല്ല ഭംഗിയാണത്. പിന്നെയുള്ള സാരി ഇതെനിക്ക് ഓർമ്മയില്ല, ഇത് ഞാൻ ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്തതാണ്. എനിക്ക് ഏതാ പേജെന്ന് ഓർമ്മയില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള സാരിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനൊരു ഹാഫ് സ്ലീവ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ളത് വെച്ചു. പിന്നെ ഈ സാരി ഞാൻ ചെയ്ത സാരിയാണ്. ഇത് ഞാൻ ഷീമാട്ടിൽ നിന്ന് ഒരു ദിവസം എന്തോ മേടിക്കാൻ പോയത്, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്ത് മേടിക്കാനാണ് പോയതെന്ന്. അന്നേരം അവിടെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ കണ്ടു, റണ്ണിങ് മെറ്റീരിയൽ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്ത് ചെയ്തു, ഇതൊരു 5 മീറ്റർ മേടിച്ചു. എന്നിട്ട് എൻ്റെ മമ്മിയൊക്കെ താമസിക്കുന്ന അവിടെ ഒരു ആൻറ്റി ഉണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന, ആ ആൻറ്റിയുടെ അടുത്ത് നൂല് മേടിച്ച് കൊടുത്തിട്ട് മുന്താണിയിൽ ഞാനിങ്ങനെ ടസൽസ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ടസൽസ് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഒരു പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് സ്ലീവ്ലെസ് ഞാൻ ഇടുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് മെറ്റീരിയൽ മേടിച്ച് നല്ല സൂപ്പർ സാരീസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഇതും അതുപോലെ അന്ന് എടുക്കാൻ പോയപ്പോഴാണോ അത് പിന്നെ എപ്പോഴും പോയപ്പോൾ ഷീമാട്ടിൽ നിന്ന് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഇതിൻ്റെ അരികത്തൊരു മച്ചൻ്റെ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ഡാർക്ക് മച്ചൻ്റെയും ഗോൾഡനും മേടിച്ച് കൊടുത്തു ആൻറ്റിക്ക്. എന്നിട്ട് ആൻറ്റി എനിക്ക് ചെയ്തു തന്നു. ഇതിൻ്റെ ഒപ്പം ഞാൻ ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് എനിക്ക് വേറൊരു സാരിയുടെ ബ്ലൗസ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യാറ്. നല്ല ഭംഗിയാണ്. ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാനിവിടെ പിൻ ചെയ്യാം. ഞാൻ എടുത്ത് നിൽക്കുന്ന ഇതും ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഈ സാരി, ഇതും ഏതോ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ സാരി ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എടുത്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് ഇതേപോലെ നല്ല ബാക്കിൽ ഹൈ ആയിട്ടുള്ള നെക്കൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് ഓപ്പണിൽ നല്ല ഭംഗിയിൽ സ്റ്റിച്ച് ചെയ്ത സാരി. കളർ നല്ല ഭംഗിയാണ്, കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതും ഭയങ്കര സ്മെല്ലായിട്ടിരിക്കുക. പിന്നെ ഈ സാരി ഒരു പ്രാവശ്യം ഞാനും ഹസ്ബൻഡും വാവയും കൂടിയിട്ട് പാലക്കാട് പോയി വരുമ്പോൾ ഒരു ഷോപ്പ് കണ്ടു, പാലക്കാട് കൈത്തറിയും എല്ലാം ഉള്ളത്. അവിടെ നിന്ന് കണ്ടിട്ട് ആൾക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ട് ആളെന്നോട് എടുത്തോളാൻ പറഞ്ഞതാണ്. എനിക്ക് സാരീസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, ഉടുക്കാനും ഇഷ്ടമാണ്, ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാനും ഇഷ്ടമാണ്. എല്ലാം എനിക്ക് സാരീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ സാരി ഓരോ സാരി എടുക്കുമ്പോൾ എനിക്ക് ഓരോ കഥകളുണ്ട്. ഈ സാരി ഇങ്ങനെ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല ഭംഗിയാണ്, നല്ല ഡബിൾ ഷെയ്ഡ്. ഈ സാരി ഏതാണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡൊക്കെ 4 മക്കളാണ്. മൂത്തത് 2 ചേച്ചിമാർ, ഹസ്ബൻഡ് മൂന്നാമത്തത്, പിന്നെ 4ാമത്തെ ഒരു അനിയനും കൂടിയുണ്ട്. അവൻ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പോൾ അവൻ്റെ മാരേജിന് അമ്മയുടെ സിസ്റ്റർ എല്ലാവർക്കുള്ള സാരി മാരേജിന് ചെറിയമ്മേനെ എടുത്തു തന്നത്. അങ്ങനെ ചെറിയമ്മ കൊടുത്തു വിട്ട സാരിയിൽ ഞാൻ എടുത്ത സാരിയാണ് ഈ സാരി.
നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡ് സാരിയാണ് കേട്ടോ ഇത്. ഇത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ അന്ന് ഉടുത്തതിന് ശേഷം നമ്മളുടെ അന്ന് എറണാകുളത്താണ് ഞങ്ങൾ താമസിക്കുന്ന. ഉടുത്ത് കഴിഞ്ഞിട്ട് ഞാനിത് ജോസ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ടൊരിതില്ലേ നമ്മളുടെ ഡ്രൈ ക്ലീനിങ്ങിൻ്റെ, ജോസ് ബ്രദേഴ്സോ അങ്ങനെ എന്തോ, അവിടെ ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തു. ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തിരിച്ചു തന്നു. ഞാൻ ചെക്കേ ചെയ്തില്ല. പിന്നെ ഒരു ഫങ്ഷന് ഇടാൻ നോക്കുമ്പോൾ ഇതിൻ്റെ കൈ ഫുൾ കരിഞ്ഞ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇതിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മേഴ്സി ആൻറ്റിയുടെ അടുത്തോട്ട് ചെന്നു. ആൻറ്റി നോക്കുക, ആൻറ്റി എൻ്റെ സാരിയുടെ അവസ്ഥ നോക്കുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി എനിക്ക് എന്ത് ചെയ്തു തന്നു, നമ്മളുടെ ഈ സാരിയുടെ അകത്ത് പോകുന്ന ആ ഒരു ഏരിയയില്ലേ, ആ അകത്ത് പോകുന്ന ഏരിയയിൽ നിന്ന് എനിക്ക് തുണി മുറിച്ചിട്ട് ഇവിടെ ഹാൻഡിൽ വെച്ച് തന്നു. കണ്ടോ, ഇവിടെ നിന്ന് തുണി കട്ട് ചെയ്തെടുത്തിട്ടാണ് എനിക്കിവിടെ വെച്ച് തന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഒരു സാരിയാണ് കേട്ടോ ഇത്. സ്നേഹചെറിയം എടുത്തു തന്ന സാരിയാണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് സാരി ഇത്. ഞാൻ എത്ര സാരി എടുത്തു തന്നിട്ടുണ്ട്, എനിക്ക് എന്തോരം സാരി കിട്ടിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ എപ്പോഴുള്ള ഫേവറേറ്റ് സാരി ഇത്. ഇത് പിന്നെ എൻ്റെ സ്പെഷ്യലാണ്, പക്ഷെ ഇതിന് ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഷീമാട്ടിയിൽ നിന്ന് എടുത്തതാണ്. ഇതെൻ്റെ കല്യാണ സാരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ കല്യാണത്തിന് ഉടുത്തത് സെറ്റ് മുണ്ടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മാറാൻ വേണ്ടിയിട്ട് ഒരു സാരി എടുത്തു. ആ സാരിയാണ് ഇത്. ഇതിൽ മൊത്തം എനിക്ക് വർക്ക് ചെയ്ത് തന്നത് എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ കസിൻ സിസ്റ്ററാണ്. അവളിതെനിക്ക് എൻ്റെ കല്യാണം ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു തന്ന വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇത്. എൻ്റെ ഈ കല്യാണത്തിൻ്റെ ഈ ബ്ലൗസ് കണ്ടു കഴിഞ്ഞിട്ട് ആളുടെ ഒരു ചെറിയമ്മ എന്നോട് പിക്ക് ചോദിച്ചു അതേപോലെ ചെയ്യിക്കാൻ വേണ്ടി. ഇവിടെയൊക്കെ പോയി, എന്നാലും നല്ല കണ്ടീഷനിൽ തന്നെ. ഇത് ഷീമാട്ടിയിൽ നിന്ന് എടുത്ത സാരിയാണ്. ഇത് 25,000 25 എന്തോ ആയിരുന്നു ആ ടൈമിൽ. പക്ഷെ ഓഫറിൽ കിട്ടി. അന്നേരം ഷീമാട്ടിയിൽ 50% എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഈ 25ൻ്റെ സാരി 12,500 എന്തോ കിട്ടിയത്. കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ആ ഒരു റേഞ്ചിൽ കിട്ടി. ഈ സാരി എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരിയാണ്. എൻ്റെ ബ്രദറിൻ്റെ, എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ. മറ്റേ സാരി ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ. ഇതെൻ്റെ അനിയൻ്റെ. ബ്ലൗസൊക്കെ ഞാൻ ബാക്കിൽ ഇതേപോലെ ഒരു പീസ് എൻ്റെ കയ്യിൽ ഇരുന്നതാണ് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ പർച്ചേസ് ചെയ്തതൊന്നുമല്ല. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴോ യൂസ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഒരു പീസ് ഞാൻ അങ്ങനെ വെക്കും കേട്ടോ. ഒന്നും കളയാതെ എല്ലാം എടുത്തെടുത്ത് വയ്ക്കും. അത് ഞാൻ കളർ മാച്ചായി വന്നപ്പോൾ അതിന് വേണ്ടി എടുത്തു. ബ്ലൗസ് ഇതേപോലെ നല്ല. ഇത് ലുലു സെലിബ്രേറ്റ് നിന്ന് എടുത്തതാണ് കേട്ടോ ഈ സാരി. അന്ന് ഇതിന് 7,000 സോഫ്റ്റ് മെറ്റീരിയൽ മറ്റേതാണ്, എന്താ പറയുക ഇതിന്, സോഫ്റ്റ് സിൽക്ക്. ഇത് 7,000 സംതിങ് ആയിരുന്നു അന്ന് എടുത്തപ്പോൾ. നല്ല ഷെയ്ഡാണ് കേട്ടോ. ഈ കാണുന്ന ഷെയ്ഡല്ല കേട്ടോ ഇതൊരു പീക്കോക്ക്. എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് ഇതിന് നല്ലൊരു പീക്കോക്ക് ഗ്രീനോ ബ്ലൂവോ, നല്ല ഭംഗിയുള്ള സാരിയാണിത്. ഇതും ഉടുത്തുള്ള നിറയെ ഫോട്ടോസുണ്ട്. ഒരു ദിവസം ഇത് ഉടുത്തിട്ടുള്ളൂ കേട്ടോ, പിന്നെ ഉടുത്തിട്ടേ ഇല്ല. ഇതും നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൗസ് ഞാൻ പിന്നെ പറയാം. ഈ സാരി ഇതേപോലെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. അപ്പോൾ അവർ സീമന്തം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കാനായിട്ട് ഒരു സാരി ഞാൻ എവിടെ നിന്ന് എടുത്തത്, ജയലക്ഷ്മിയിൽ നിന്ന് ഞാൻ എടുക്കാൻ പോയപ്പോൾ അവൾക്കെടുത്ത സാരിയുടെ പോലത്തെ തന്നെ ഒരു കളർ ചേഞ്ച്, ഒരു വ്യത്യാസം, ഡിസൈനൊക്കെ വ്യത്യാസമുണ്ട്. അവൾക്ക് വേറെ ഏതൊരു ഡിസൈനായിരുന്നു എടുത്തത്. ഇതെനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇതും ഒരു പീക്കോക്ക് ഗ്രീനാണ്. നല്ല ഭംഗിയുള്ള സാരി ഇത്. ഞാൻ ആക്ച്വലി സാരി എടുക്കാനും ചുരിദാറായിക്കോട്ടെ, ഇപ്പോൾ ക്രിസ്മസിന്, വിഷുവിന്, ഓണത്തിനൊക്കെ മമ്മിക്കും പപ്പക്കും സാരി കൊടുക്കാനും സിസ്റ്ററിൻ്റെയൊക്കെ ചുരിദാർ എടുക്കാനൊക്കെ ഞാൻ മാക്സിമം പോവുക ജയലക്ഷ്മിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോപ്പാണ് ജയലക്ഷ്മി. ഇതങ്ങനെ എടുത്തൊരു സാരിയാണ്, നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇത്. എന്നിട്ട് എൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ കസിൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവളെ കൊണ്ട് ഞാനിത് വർക്ക് ചെയ്യിച്ചു. നല്ല ഭംഗി
ഭംഗിയിൽ അവൾ വർക്ക് ചെയ്ത് തന്നു കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാമൊക്കെ. നല്ല സൂപ്പറായിട്ട് നമ്മളുടെ ബഡ്ജറ്റ് പറഞ്ഞാൽ മതി. ഇപ്പോൾ എനിക്ക് 1000 രൂപക്ക് മതിയടാന്ന് പറഞ്ഞാൽ 1000 രൂപക്ക് അവൾ ചെയ്തു തരും. നല്ല ഭംഗിയിൽ വർക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതാണ് ഒരു സാരി. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതിനൊക്കെ. പിന്നെ ഈ സാരി ആക്ച്വലി എൻ്റെ പപ്പയുടെ ഒരു മാഡം ഉണ്ട്. പപ്പ വർക്ക് പിടിച്ച് ചെയ്യുന്നുണ്ട്, ആ ടൈമിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം പപ്പയുടെ ഒരു മാഡത്തിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവർ ഗിഫ്റ്റായിട്ട് എനിക്ക് വേണ്ടി കൊടുത്തു വിട്ട സാരിയാണ്. ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന മെയ്ഡ് ചേച്ചിക്ക് എടുത്ത് കൊടുക്കാനായിട്ടിരുന്ന സാരിയാണ്. അങ്ങനെ ഒരു ദിവസം ചുമ്മാ ഇത് ആ ചേച്ചിക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഞാൻ എടുത്തു വെച്ചത്. കാരണം അന്നേരം എനിക്ക് സാരീനോട് അങ്ങനെ ക്രേസ് കൊടുക്കണം എന്നൊന്നും താല്പര്യമില്ല. പിന്നെ ഞാനത് എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ ചുമ്മാ എടുത്തിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല സാരിയാണ് ഇത് ഉടുത്ത് കഴിഞ്ഞുണ്ടല്ലോ നല്ല ഭംഗിയാണ് നമ്മളെ കാണാൻ. അതിനു വേണ്ടി ഞാനപ്പോൾ അതിൻ്റെ തന്നെ ബ്ലൗസ് കൊണ്ട് സ്ലീവ്ലെസ് ബ്ലൗസും സ്റ്റിച്ച് ചെയ്തു. നല്ല ഭംഗിയായി ഇത് കൊടുത്തു കഴിഞ്ഞാൽ. ഇത് കൊടുത്ത ഫോട്ടോസ് ഉണ്ട് ഇവിടെ, എനിക്കറിയില്ല. അന്നൊക്കെ ഞാൻ ബാക്ക് ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഫ്രണ്ട് ഓപ്പൺ ആക്കിയത്. ഈ ബ്ലൗസാണ് ഞാൻ ഈ സാരിയുടെ ഒപ്പം പെയർ ചെയ്ത് കൊടുക്കാറ്. കാരണം ഈ ഷെയ്ഡും ആയതുകൊണ്ട് പെയർ ചെയ്ത് കൊടുക്കുന്ന ബ്ലൗസ് ഇത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ കുറച്ച് കളക്ഷൻസിൽ ഇന്നിപ്പോൾ ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു, ഇത്രയേ ഉള്ളൂ. അങ്ങനെ സാരീസൊക്കെ നമ്മൾ എല്ലാം വിരിച്ചിട്ടു. എല്ലാം ഓരോന്നോരോന്നായിട്ട് വിരിച്ച് നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല വെയിൽ കിട്ടും. ബാൽക്കണിയുടെ അകത്താണെങ്കിൽ പോലും നല്ല വെയിൽ കിട്ടും നമുക്ക്. എല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആകെ എൻ്റെ ഒരു കല്യാണ സാരി മാത്രമേ ഉള്ളൂ കേട്ടോ ആ റേറ്റിലൊരു 10,000-ൻ്റെ മേലിലുള്ളത്. വേറൊരു സാരിയും എൻ്റെ 10,000 മേലെയില്ല. ആക്ച്വലി എനിക്ക് ഡ്രസ്സിൽ അങ്ങനെ ഇത്രയും എമൗണ്ട് കൊടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എൻ്റെ ആവശ്യമുണ്ട്. ഓരോ ആൾക്കാരും ഓരോ ടൈപ്പല്ലേ. എന്തായാലും എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഇഷ്ടം.